നമസ്കാരം. പ്രമുഖ ആധ്യാത്മിക ഡിജിറ്റൽ മാസികയായ ക്ഷേത്രദർശൻ ഏർപ്പെടുത്തിയ ഇക്കൊല്ലത്തെ ദേവി ഭൈവ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകനും തത്വമയി ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായ രാജേഷ് പിള്ള ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. മഹാമായയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. വേദിയിലുള്ള എല്ലാ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കും ഗുരുജനങ്ങൾക്കും വേദിയിലും സദസ്സിലുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സാദരനമസ്കാരം. ഞാൻ അധിക സമയമെടുക്കില്ല, 2 മിനിറ്റ്, കാരണം സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇത്രയും സമ്പുഷ്ടമായ വേദിയിൽ, ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അമ്മയുടെ സവിധത്തിലെത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ ഇവിടെ പാരായണമായാലും മന്ത്രോച്ചാരണങ്ങളായാലും അതിൻ്റേതായ ഒരു ആധ്യാത്മിക ചൈതന്യം കൂടിയുള്ള സ്ഥലമാണ്. കൂട്ടത്തിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ പ്രസംഗിച്ച എല്ലാവരുടെയും സമ്പുഷ്ടമായ ആഴത്തിലുള്ള വാക്കുകൾ. അതിനിടയിൽ ഒട്ടും തന്നെ ആഴവും പരപ്പും ഇല്ലാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ പല മാധ്യമപ്രവർത്തകരുമുണ്ട്. വാർത്തകളെന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മാറിയിട്ടുണ്ട്. ഇപ്പം മനുഷ്യനെ ത്രില്ലടിപ്പിക്കാനാണ്, അല്ലാതെ വാർത്തകൾ വിവരങ്ങൾ നൽകാനോ മനുഷ്യൻ്റെ ഉള്ളിൽ ബോധം ഉണർത്താനോ അല്ല ഉപയോഗിക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആധ്യാത്മികതയുമായി കാര്യമായ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു രംഗമായിട്ട് ഇന്ന് മാധ്യമരംഗം മാറിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈവൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന എന്നെ സത്യത്തിൽ ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കാനേ പാടില്ല, ദൂരെ നിർത്തേണ്ടതാണ്. എങ്കിലും എന്നെ വിളിച്ചു, എന്നെ ക്ഷണിച്ചു, ഇവിടെ സംസാരിക്കാൻ അവസരം തന്നു. അതിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. ശ്രീ സനൽജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ധൈര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ പേരെ ഒരുമിച്ച് ചേർത്താണ് ഈ ക്ഷേത്രദർശൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത്. എന്നെ തന്നെ ഈ സംഘടനയുമായി ബന്ധിപ്പിക്കുന്ന എബിതയാണ്. എബിത എന്നോടൊപ്പം 10-15 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് സാറ്റ്കോമിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, വാർത്താ അവതാരകയായിരുന്നു. അന്ന് ഉള്ള പരിചയമാണ് എബിതയിലൂടെ എന്നെ സനൽജിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ മാധ്യമപ്രവർത്തകരെ കൊണ്ട് തന്നെ ഈ പണി ചെയ്യിക്കുക എന്നുള്ളതും, പിന്നെ 2 ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഫോക്കസ് കൊടുക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ ഒന്നാണ്. ഈ 2 കാര്യത്തിനും അസാമാന്യ ധൈര്യം വേണം. കാരണം ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്നതാണെന്ന് ആർക്കും തോന്നില്ല. ശരിക്കും നമ്മളുടെ സനാതന ധർമ്മവും നമ്മളുടെ ഭാരതീയ സംസ്കൃതിയും ഭാരതം എന്ന രാജ്യവും നേരിടുന്ന ഒരു 95% പ്രശ്നങ്ങൾ നമ്മളുടെ ചെറുപ്പക്കാർക്ക് നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മളുടെ ജീവിത രീതിയെക്കുറിച്ച്, നമ്മുടെ ആരാധന രീതിയെക്കുറിച്ച്, നമ്മുടെ സാമൂഹിക ചടങ്ങുകളെക്കുറിച്ച്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഒരു അഭിമാനബോധം മനുഷ്യൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ നേരിടുന്ന 95% പ്രശ്നങ്ങൾക്കും അവസാനമാകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ തരത്തിൽ ഒരു പ്രവർത്തനം എത്രത്തോളം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വളരെ ചെറിയ തോതിൽ കേരളത്തിൽ നിന്നൊരു പ്രവർത്തനം ആരംഭിക്കാൻ ക്ഷേത്രദർശൻ സാധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്നോട് ഇതിൻ്റെ പ്രചരണ സഭ സെക്രട്ടറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അങ്ങനെ കാര്യമായ ഉപയോഗമൊന്നും സംഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് എന്നെ പല കാര്യങ്ങൾക്കും ചേർക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 2, നമ്മളൊക്കെ ഈ ഇരിക്കുന്ന നമ്മളെക്കുറിച്ചാണ്, നമ്മളുടെ ഈ തലമുറയെക്കുറിച്ചാണ്. നമ്മളൊരു വലിയ മാറ്റങ്ങൾ കണ്ട ഒരു തലമുറയാണ്. ഇങ്ങനെ ഒരു തലമുറ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് നല്ലതുകൊണ്ട് മോശമായ അനുഭവങ്ങളുമുണ്ട്. നമ്മൾ പല തലമുറകളും ഒരിക്കൽ ഒരു പേമാരി കണ്ടിട്ടുണ്ടാവും, ഒരു വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മഹാമാരി കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്ന് മാത്രമല്ല, ഇതിനപ്പുറമുള്ള ടെക്നോളജിക്കൽ ഷിഫ്റ്റ് നമ്മളെല്ലാവരും കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് പല ആൾക്കാരും ടെലഗ്രാമിൻ്റെയും ഇല്ലൻ്റ് ലെറ്ററിൻ്റെയും പോസ്റ്റ് കാർഡിൻ്റെയും ഒക്കെ കാലത്ത് ജീവിച്ചവരാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു കട്ടയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യാവുന്ന വിധത്തിൽ നമ്മുടെ ടെക്നോളജി മാറിയിട്ടുണ്ട്. ആ ടെക്നോളജി ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഘട്ടത്തിലേക്കും കൂടി മാറി. അതിൻ്റെ ഒരു ലെവൽ കണ്ടിട്ടേ നമ്മളൊക്കെ ഇവിടുന്ന് പോവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട നിശബ്ദമായ മറ്റൊരു മാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്.
അത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക രംഗത്താണ്. വളരെ നിശബ്ദമായ എന്നാൽ വലിയ ഒരു സുനാമി പോലെ, എന്നാൽ ബഹളങ്ങളൊന്നുമില്ലാതെ അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്നുണ്ട്. ആധ്യാത്മിക ഉണർവിൻ്റെതായ ഒരു സുനാമി. അത് നമ്മൾ അറിയുന്നുണ്ടോ, എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്പലങ്ങളിലെ തിരക്കും അല്ലെങ്കിൽ ആധ്യാത്മിക പരിപാടികളും മാത്രമല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ ഉണർവിൽ, മനുഷ്യൻ്റെ ബോധത്തിൽ ഒരു വലിയ ഡൈമെൻഷണൽ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ആ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ എൻ്റെ ബഹുമാന്യ സുഹൃത്തും എന്താ പറയുക, ഒരു ഗുരുസ്ഥാനീയനുമായ ശ്രീ രജിത് കുമാർ, അദ്ദേഹം നിരന്തരം പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് നമ്മുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട്, ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് ഭാരതം ലോകത്തിന് നൽകാൻ പോകുന്നതും ആ ആധ്യാത്മികതയുടെ നിറവും ആ ആധ്യാത്മികതയുടെ സന്ദേശവുമാണ്. അപ്പോൾ അത് കാണാനും അത് അനുഭവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജന്മങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ. അത് ഇവിടുത്തെ ഈ പരിപാടിയായാലും മറ്റേത് പരിപാടിയായാലും നമ്മളൊക്കെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടി നമ്മളെല്ലാവരും മനസ്സിൽ ഉൾക്കൊള്ളണം. അത് മാത്രമാണ് പ്രാർത്ഥന. ക്ഷേത്ര ദർശനം ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പ്രമുഖ ആധ്യാത്മിക ഡിജിറ്റൽ മാസികയായ ക്ഷേത്രദർശൻ ഏർപ്പെടുത്തിയ ഇക്കൊല്ലത്തെ ദേവി വൈഭവ് പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകനും തത്വമയി ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായ രാജേഷ് പിള്ള ഏറ്റുവാങ്ങി. ക്ഷേത്രദർശൻ ദേവി മഹാത്മ്യ പ്രചാരണ സഭ സെക്രട്ടറി കൂടിയായ അദ്ദേഹം മൂകാംബിക സ്വർണ്ണമുഖിയിൽ ഇന്ന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ 1008 ശ്രീ എച്ച് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ചടങ്ങിൽ കൊല്ലൂർ ശ്രീ മൂകാംബികയിൽ ക്ഷേത്രദർശൻ പ്രസിദ്ധീകരിക്കുന്ന ദേവി മഹാത്മ്യ ഗ്രന്ഥവും ബ്രഹ്മശ്രീ ഡോക്ടർ KN നരസിംഹ അഡിഗ, പത്മശ്രീ രാമചന്ദ്ര പുലർവൽ, ഡോക്ടർ KK ഗീതാകുമാരി, ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി, രജിത് കുമാർ, പുരുഷോത്തമൻ മംഗലത്ത്, ബ്രഹ്മശ്രീ രാമകൃഷ്ണസ്വാമി, അച്യുതാനന്ദ സ്വാമി, ശ്യാം പ്രസാദ്, സനൽകുമാർ, എബിതാബി നായർ എന്നിവർ ചടങ്ങിൽ സന്നിധരായി. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.